നമ്മുടെ ഒരു സഹോദരൻ റമീസ് എന്ന് പറഞ്ഞ ഒരു സഹോദരനെയാണ് പരിചയപ്പെടുത്തുന്നത്. റമീസ് ബികോം ഒക്കെ പഠിച്ചതാണ്. ഇപ്പോൾ ഒരു പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുന്നു. ഇത് കാലിന് എന്ത് പറ്റിയതാണ് റമീസേ? സ്പൈന ബൈഫിഡ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ആണോ? അത് ജന്മനാ ഉള്ളതാണ്. ജനിച്ചതിന് ശേഷം നടന്നിട്ടില്ല. പിടിച്ച് നടക്കും, അല്ലാതെ സപ്പോർട്ടില്ലാതെ നടക്കാൻ പറ്റത്തില്ല. വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളായി? 2.5 വർഷം. എത്ര രൂപ വന്നത്? 1,00,000 രൂപയായിരുന്നു ആ സമയത്ത്. എനിക്ക് സ്പോൺസർഷിപ്പ് വഴി കിട്ടി. 1,00,000 രൂപയ്ക്ക് ആണ് വില വരുന്നതാണിത്. അത്യാവശ്യം ബാഗൊക്കെ ഇടാം. അതെ, വീൽ ചെയറുമായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഇത് വേർപെടുത്താൻ തോന്നല്ലേ ഇവിടെ? ഓ ഓക്കെ. റെഡിയായല്ലേ? ഞാൻ ഇതിട്ടാൽ മതി, ലിവർ മതി. എത്ര കിലോമീറ്റർ സ്പീഡ് വരെ പോകും? 24 കിലോമീറ്റർ വരെ കിട്ടും സ്പീഡ് കിട്ടും അല്ലേ? ഇപ്പം ലൈസൻസ് വേണ്ട. അപ്പോൾ അത്യാവശ്യം റഫായിട്ടുള്ള റോഡിൽ കൂടെയൊക്കെ ഓടിക്കാൻ പറ്റും. ഇതെവിടെയാണ് ഇതിൻ്റെ ഈ കമ്പനി എവിടെയാണ്? ചെന്നൈയിലാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞാൻ ഈ വണ്ടി ഇങ്ങനെ കണ്ടപ്പോഴേ, കാരണം പലർക്കും ഇത് ഉപകാരപ്പെടും ഇങ്ങനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ. കാരണം സാധാരണ വീൽ ചെയറിൽ നിന്ന് അത്യാവശ്യം പുറത്തോട്ടിറങ്ങി നടക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇതാണ്. വലിയ വാഹനങ്ങളൊന്നും വേണ്ട, കാർ മേടിച്ച് മോഡിഫിക്കേഷൻ ചെയ്യേണ്ട, കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലേ? വലിയ പ്രശ്നങ്ങളില്ല. കുടുക്കങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള വലിയ പ്രശ്നമില്ല. ഷോക്ക് അബ്സോർബർ ഇല്ലെന്ന് തോന്നുന്നല്ലേ ബാക്കിൽ? അത് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലുണ്ടെന്ന് തോന്നുന്നു. അതെ. ഇത് ബാറ്ററിയാ അല്ലേ? ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ എത്ര? 35 കിലോമീറ്റർ കിട്ടും. അപ്പം ബാറ്ററി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ഒരെണ്ണം കൂടെ വെച്ചാൽ ഊരി വെക്കാവുന്നതല്ലേ? അപ്പോൾ അങ്ങനെ വെക്കാം. എത്ര മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാൻ? 2. ഇത് ചെന്നൈ ആണല്ലേ ഈ കമ്പനി? മോനെ എവിടെയാണ് താമസിക്കുന്നത്? ചളിക്കോട്ടെ. അവിടുന്ന് പാലിയേറ്റീവിൽ പോകും, വീടുകളിൽ പോയി രോഗികളെ നോക്കും. ബില്ലിംഗ് സ്റ്റാഫായിട്ട് നിൽക്കുക. ഓഫീസിലാണ് അല്ലേ? ഓക്കെ. ദൈവാനുഗ്രഹിക്കട്ടെ. പരിചയപ്പെടൽ വളരെ സന്തോഷം. താങ്ക് യു മോനെ. ബൈ. എടുത്ത് എന്നെ ജെറു എന്നാണ് വിളിക്കുന്നത്. നല്ല സ്പീഡിലാണ് പോകുന്നത്.